പത്തരമാറ്റിലാണെങ്കിൽ അനിയാണെങ്കിൽ മുത്തശ്ശനെ പൊളിച്ചെടുക്കുന്നതും മുത്തശ്ശൻ്റെ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒടുവിലതാ നമ്മുടെ മുത്തശ്ശൻ അനിയുടെ മുൻപിൽ മനസ്സ് തുറക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ആദർശിനോട് അവനെ ദേഷ്യപ്പെടുപ്പിക്കുകയല്ല ചെയ്തത്, അവൻ്റെ ഉള്ളിലെ ആ തീയെ ഉണർത്തുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്ന് മുത്തശ്ശൻ അനിയോട് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി എന്ന് അനി മുത്തശ്ശനോട് പറയുന്നു. ഇനിയിപ്പോൾ മുത്തശ്ശൻ ചെയ്യേണ്ട കാര്യമെന്നുള്ളത് ആദർശേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരിക മാത്രമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവന് ഞാൻ കൊണ്ടുവരും, അധികം വൈകാതെ തന്നെ കൊണ്ടുവരുമെന്ന് മുത്തശ്ശൻ അനിയോട് പറയുന്നത് കാണാൻ സാധിക്കും. നയനമോൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ നയനയെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് അനി ശ്രമിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. നയനയോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, വെറുതെ പറയുന്നതാണ് എന്നൊക്കെ നയന പറയുമ്പോൾ ഏട്ടത്തി വെറുതെ ആവശ്യമില്ലാതെ കള്ളം പറയാനായിട്ട് നിൽക്കണ്ട, സത്യങ്ങളൊക്കെ ഏതാണ്ട് എനിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള കാര്യവുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോഴാണെങ്കിൽ നയനയാണെങ്കിൽ അനിയുടെ മുൻപിൽ എല്ലാ സത്യങ്ങളും തുറന്ന് മനസ്സ് തുറന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അനിക്കാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. എടുത്തിക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. എടാ, ഈ അവസ്ഥയായിരുന്നില്ല മുത്തശ്ശൻ ആരോടും പറയരുത് എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അത് എന്നോടും പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാർ